ക്യാമറയിൽ എങ്ങനെയാണ് ഫയൽ ഫോർമാറ്റ് സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിക്കോണിൻ്റെ ക്യാമറയിലാണെങ്കിൽ QAL ക്വാളിറ്റി എന്നതിൻ്റെ ഷോർട്ട് ഫോമിൽ ഒരു ബട്ടൺ കാണും. ചില ക്യാമറകളിൽ ടോപ്പിലാണ് ഉണ്ടാവുക QAL എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ. അതും അല്ലെങ്കിൽ ക്യാനണിലാണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ഫോർമാറ്റിൻ്റെ തന്നെ ആയിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. അത് നിങ്ങളുടെ Q മെനു എടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ താഴെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് കാണിക്കുക. ഈ അവിടത്തേക്ക് നിങ്ങൾ ആരോ കീ ഉപയോഗിച്ചിട്ട് ആ ഒരു സെറ്റിങ്ങിലേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. എന്നിട്ട് അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുക ഫസ്റ്റിലൊരു ചെറിയൊരു ഡാഷ്, ഒരു ഹൈഫൻ പോലെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ റോ മീഡിയം, റോ സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ഓപ്ഷൻ കാണും. അതിൻ്റെ താഴെയുള്ള ലൈനിലും ഇതേപോലെ തന്നെ JPEG തുടങ്ങുന്നിടത്ത് നിങ്ങൾക്ക് ആദ്യം ഒരു ഡാഷ് അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഫൈൻ, L, പിന്നെ M, S1, S2, S3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെറ്റിങ്സ് കൊടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് 2 ക്യാമറയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നിക്കോണിലായാലും ക്യാനണിലായാലും എല്ലാത്തിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് റോയും JPEGും രണ്ടും വേണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയുടെ ലൈനിൽ RAW അല്ലെങ്കിൽ CR2 റോ എന്നുള്ള ആ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ലൈൻ നിങ്ങൾക്ക് കാണിക്കുക JPEG എന്നല്ല, ഫൈൻ, ലാർജ്, സ്മോൾ എന്നൊക്കെയാണ് കാണിക്കുക. അത് JPEGിൻ്റെ ഒരു ലൈനാണ്. ആ JPEGിൽ ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ഫയൽ തന്നെ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അവിടനകത്ത് തന്നെ മീഡിയം, സ്മോള്, സ്റ്റാമ്പ് 1, സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുഞ്ഞു സെറ്റിങ്സ് കാണാം. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾ നിങ്ങൾക്ക് ഒന്നുകിൽ JPEGിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റോയിൽ ഷൂട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും തന്നെ നിങ്ങൾ കുഞ്ഞു ഫയലായിട്ട് ഷൂട്ട് ചെയ്യരുത്. അതായത് റോയുടെ സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് റോ കിട്ടും, റോ മീഡിയം കിട്ടും, റോ സ്മോൾ കിട്ടും. ഓക്കെ, അപ്പോൾ റോ എന്നുള്ള ഫുൾ റെസൊല്യൂഷനാണ്. റോ മീഡിയം എന്ന് പറഞ്ഞാൽ കുറേ ഡീറ്റെയിൽസിനെ കളഞ്ഞിട്ട് ആ ഫയൽ സൈസ് ചെറുതാക്കിയിട്ട് സേവ് ചെയ്തിരുന്നതാണ്. റോ സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഷൂട്ട് ചെയ്ത ഡാറ്റയുടെ 4/1 മാത്രമേ അവിടെ സേവ് ആവുള്ളൂ. ബാക്കിയൊക്കെ ക്യാമറ കംപ്രസ് ചെയ്ത് കളയും. അപ്പോൾ ഒരിക്കലും ആ ഒരു മെത്തേഡിലേക്ക് പോകരുത്. ഫുൾ റെസൊല്യൂഷനിൽ റോ സേവ് ചെയ്യുക. ഇനിയിപ്പോൾ JPEGിൻ്റെ കാര്യത്തിലായാലും JPEG ഏറ്റവും വലിയ ഹൈ റെസൊല്യൂഷൻ ഫയലിനെ ഫൈൻ എന്നാണ് കാണിക്കുക. ആ ഫൈൻ എന്നുള്ള ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ ചില ക്യാമറകൾ ലാർജ് എന്നാണ് കാണിക്കുക. ആ ലാർജിൽ തന്നെ 2 ഉണ്ടാവും. ഒന്ന് ഈ ഒരു കേർവ് കാണിക്കുക. കേർവായ ഭാഗം നല്ല സ്മൂത്ത് കേർവാണെങ്കിൽ അത് ഹൈ റെസൊല്യൂഷൻ ലാർജ് ഫയലാണ്. ഇനി ലാർജ് രണ്ടാമത്തേൽ ഈ കേർവ് തന്നെയാണ് കാണിക്കുക. പക്ഷെ കേർവായ ഭാഗം ഇങ്ങനെ ഒരു പൊട്ടലിട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം അതിന് റെസൊല്യൂഷൻ കുറവാണ്. വലിയ ഫയലായിരിക്കും, പക്ഷേ മറ്റതിനെ അപേക്ഷിച്ച് ഇതിന് റെസൊല്യൂഷൻ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം റെസൊല്യൂഷനുള്ള ഫയൽ തന്നെ ഷൂട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് ഫേസ്ബുക്കിലിടാൻ ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെറുതാക്കാം. ഓക്കെ, ഇനി അതുമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു സ്റ്റാമ്പ് സൈസിൽ, ഒരു പാസ്പോർട്ട് സൈസിലേക്ക് മാറ്റണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ട് മാറ്റാം. പക്ഷേ നിങ്ങൾ തിരിച്ച് സംഭവിച്ചു പോയി എന്ന് കരുതുക. നിങ്ങൾ മെമ്മറി കാർഡ് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ സ്റ്റാമ്പ് സൈസിലാണ് ഫോട്ടോസ് എല്ലാം ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ S1 എന്നുള്ള ഒരു മോഡിലാണ് ഫോട്ടോസ് ഷൂട്ട് ചെയ്തത്. നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള സൈസിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോടൊരു കമ്പനി പറയുകയാണ്, നിങ്ങളുടെ ഫോട്ടോസ് നല്ലതായിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു $500 തരാം, ആ ഫോട്ടോൻ്റെ കോപ്പിറൈറ്റ് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈ ഉയർത്തേണ്ടി വരും. കാരണം വേറെ ഒരു നിവൃത്തിയില്ല. കാരണം നിങ്ങൾ ഷൂട്ട് ചെയ്തത് വളരെ ചെറിയൊരു ഫയലായിട്ടാണ്. ഇത് 1,00,000 ഒരു പ്രാവശ്യമെങ്കിലും സംഭവിക്കുന്ന ഒരു കേസ് ആണെങ്കിലും കൂടി ഇതേപോലെ സിമിലർ പ്രശ്നങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ ഫേസ് ചെയ്യും. കാരണം നിങ്ങളെടുത്ത ഒരു ടൂർ പോയപ്പോൾ എടുത്ത നല്ലൊരു പടം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നല്ല വാല്യൂ ഉള്ളൊരു ചിത്രമാണെന്ന്. നിങ്ങളപ്പോൾ അതൊന്ന് പ്രിൻറ്റ് ചെയ്യാൻ കരുതിയിട്ട് നോക്കുമ്പം അപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുക, അയ്യോ ഞാൻ ഷൂട്ട് ചെയ്തത് വളരെ ചെറിയ ഫയലാണ്, ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന പടം നിങ്ങൾക്ക് ആവശ്യം ഒരു പാസ്പോർട്ട് സൈസ് ആണെങ്കിൽ കൂടി നിങ്ങളത് മാക്സിമം റെസൊല്യൂഷനിൽ എടുത്തു വെക്കുക. ഒരു ചിത്രത്തിൻ്റെ തലവര എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം റെസൊല്യൂഷനിൽ ആ പടം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ചെറിയ ഇതിലേക്ക് പടം എടുക്കരുത്, ചെറിയ സൈസിലേക്ക് പടം എടുക്കരുത്. ഒരു കാര്യം, നിങ്ങൾ റോ ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ പെർഫോമൻസ് സ്ലോ ആവും. അതേപോലെ നിങ്ങളുടെ JPEG ആണെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ട് കമ്പനി പറയുന്ന ഏകദേശം ആ ലെവലിലോട്ട് അത് ഷൂട്ട് ചെയ്യും. അതായത് വളരെ സ്പീഡിൽ ഒരു ഫ്രെയിം കഴിഞ്ഞ് മറ്റത് വളരെ സ്പീഡിൽ
സ്പീഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി റോ പ്ലസ് JPEG ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാമറ ഒരു 3/1 കുറയും. അതായത് നിങ്ങളുടെ ക്യാമറ കമ്പനി പറഞ്ഞ 1 സെക്കൻഡിൽ 10 ഫ്രെയിം ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ റോ പ്ലസ് JPEG ഇട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 ഫ്രെയിമോ 4 ഫ്രെയിമോ ഒക്കെ 1 സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ.